ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ കാണുന്നത് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡാണ്. ഞാനും പൊന്നൂസും പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിന് ഒരു 9:45 ട്രെയിൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും അവളും കൂടെ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നെയ്യാറ്റിൻകര വണ്ടി കൊണ്ട് വെച്ചിട്ട് അവിടുന്ന് ബസ്സിലാണ് സ്റ്റേഷനിലോട്ട് പോകുന്നത്. ഉടുപ്പിയിൽ നിന്ന് ഒരു ചായ, വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതെ ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഉടുപ്പിയിൽ നിന്ന് നമ്മൾ ചായയും ഓരോ വടയും കൂടെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ബസ്സിൽ കയറി ബസ് മാർഗം വഴി നമ്മൾ നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വന്നു. അവിടെ നിന്ന് നമ്മൾ ഭൂരിയും ഒരു സെറ്റ് ഭൂരിയെ പറഞ്ഞോളൂ കേട്ടോ. കാരണം 8 മണി ആയിട്ടേ ഉള്ളൂ. നേരം വെളുത്ത് നേരത്തെ ഉറക്കം എണീറ്റ് വന്നതുകൊണ്ട് നമുക്ക് കഴിക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ ട്രെയിനിലെ ഫുഡ് ഒട്ടും തന്നെ പറ്റത്തില്ല എനിക്കും അവൾക്കും. നമ്മൾ മാത്രമല്ല, ഫ്രണ്ട്സും ഉണ്ട്. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അജിത്തേട്ടനും വൈഫും ഉണ്ട്. അജിത്തേട്ടൻ അവിടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നാട്ടിലൊരു ആവശ്യമായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ നമ്മളെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഞാനും അവളും കൂടെ 2 ദിവസം അവിടെ അവരെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരും. കാരണം പൊന്നൂസിന് ഒരു 2-3 ഡേയ്സ് ലീവാണല്ലോ ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച്. ഇതാണ് അജിത്തേട്ടൻ്റെ വൈഫ്. 10:45 ട്രെയിൻ, 9:45 ട്രെയിൻ പറഞ്ഞു. 1 hour ലേറ്റായിരുന്നു ട്രെയിന്. പിന്നെ അവിടെ നിന്ന് അൽഗുരുത്ത കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. എന്നിട്ട് ട്രെയിൻ വന്നു. 10:45 കഴിഞ്ഞു കേട്ടോ ട്രെയിൻ വന്നപ്പോൾ. അപ്പോൾ കോട്ടയത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് വാഗമൺ ബസ്സിൽ കയറിയാണ് നമ്മൾ പോകുന്നത്. ഇരിഞ്ഞാലക്കുട പേരെന്താണ് അതെനിക്കറിഞ്ഞൂടാ കേട്ടോ. ഈരാറ്റുപേട്ട വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഉടൻ തന്നെ ബസ് വരും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇത് ഇന്ത്യൻ റെയിൽവേയുടേതാണ്. ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഒട്ടും തന്നെ ഫുഡ് കൊള്ളത്തില്ല. സർവീസും ഓക്കെ അല്ലായിരുന്നു. നമ്മൾ ആദ്യം ഒരു ഹോട്ടലിൽ വന്ന് കയറുമ്പോൾ നമുക്ക് വെള്ളമാണ് ആദ്യം തരാനുള്ളത്. പക്ഷെ ആ ഒരു മര്യാദ അവിടെ അവർ കാണിച്ചില്ല. ഗ്ലാസ് പോലും ഇല്ലായിരുന്നു. പിന്നെ അവിടുന്ന് ഫുഡ് കൊണ്ട് വച്ചിട്ട് നമ്മൾ പിന്നെ എഴിച്ചെങ്ങനെ വരും. പൊന്നൂസിൻ്റെ മുഖം കണ്ടോ. കറികളാണെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഫുഡിൻ്റെയും നമ്മുടെ നാടിൻ്റെയൊക്കെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫുഡിന് നമ്മൾ കുറ്റം പറഞ്ഞതല്ല, നമുക്ക് ഓക്കെ ആവുന്ന ഫുഡൊക്കെ നമ്മൾ കഴിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം എൻ്റെ ബ്ലോഗിലൂടെ. പക്ഷേ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ചോറ് വെന്തില്ല. ശരി, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ സേവനമൊന്നും ഒട്ടും നമുക്ക് ഓക്കെ അല്ലായിരുന്നു. പിന്നെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ മടിച്ചിട്ട് ഒരു ചോറ് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. കോട്ടയത്ത് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയി. ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് വാഗമൺ ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു ഒരു 3:30 മണിക്ക്. അപ്പോൾ 3:30 മണിയൊക്കെ ആയി. 3 മണിക്കാണ് നമ്മൾ എത്തിയത്. 10:45 11 മണിക്ക് ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് എത്തിയപ്പോൾ 3 മണിയൊക്കെ ആയി. 3:45 നമ്മൾ ഫുഡ് കഴിച്ചിട്ട് 3:45 ആയപ്പോഴത്തേനും വാഗമണിലോട്ട് ബസ് വന്നു. അപ്പോൾ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂർ നമ്മൾ ബസ്സിലിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ നേരത്തെ. അങ്ങനെ ഇതിപ്പോൾ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിന്നെ വാഗമണിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇത് സീസൺ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ സീസൺ ആണോ എന്ന്. പക്ഷേ ഈ ടൈം ഭയങ്കര തണുപ്പാണ്. വാഗമണിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇതിപ്പോൾ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുമ്പോഴേ ഭയങ്കര തണുപ്പായിരുന്നു. ഞാനാണെങ്കിൽ കോട്ടൊന്നും എടുത്തില്ല. പൊന്നൂസിന് കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ കോട്ടൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. ഇതിപ്പോൾ പൊന്നൂസിന് 2-3 ദിവസം ലീവാണ്. ശനിയാഴ്ചയാണ് നമ്മൾ പോകുന്നത്. ശനിയാഴ്ച ഇന്നലെ. നാളെ ഞാൻ മാക്സിമം ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഏതാണ്ട് ഇതിൻ്റെ അടുത്ത് ഇവർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിലാണ് നമുക്ക് റൂം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാഗമൺ കുരിശുമല ഇവിടെയാണ് നമ്മുടെ ബസ് നിർത്തി. ഇവിടുന്ന് ഈ കുരിശുമലയിൽ നിന്ന് ഏതാണ്ട് ഒരു കയറ്റം ഒരു ഇറക്കം. അപ്പോഴത്തേക്കും നമ്മുടെ റൂമാവും. ബസ്സിൽ ഇത് 1 ഇഞ്ച് നമുക്ക് നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ അപ്പോൾ നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പിന്നെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അവിടെ കൂടെ പോകുന്ന ഒരു കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാറിൽ കയറിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് പോയി. ഗ്രീൻ വ്യൂ ആണ് അവരുടെ ഹോട്ടലെന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു ഹോട്ടലിലാണ് നമുക്ക് റൂം അവർ അറേഞ്ച് ചെയ്തിരുന്നത്.
റൂമൊക്കെ കൊള്ളാം, നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഇവരുടെ ഫുഡ് നമുക്ക് ഷൂട്ടിംഗ് ഫുഡ് തന്നെ നമുക്ക് ഇവർ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ ഇതിവിടെയാണ് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ റൂം വരുന്നത്. പുതിയൊരു സിനിമ ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അജിത്ത് തിരിച്ച് വരുമ്പോഴത്തേനും നമുക്കും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും അവളും കൂടെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇവരുടെ ഹോട്ടലിൻ്റെ തൊട്ട് പുറകിൽ നമുക്ക് ഇങ്ങനെയെങ്കിലും കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യം കേട്ടോ. കാരണം പുറത്തുനിന്ന് അവർക്കൊന്നും റൂം കിട്ടാതെ അവരങ്ങനെ നിൽക്കുകയായിരുന്നു. സിറ്റിയിലൊക്കെ റൂം നോക്കിയിട്ട് കിട്ടാതെ ഇവിടെ വന്നിട്ട് റൂം കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് വന്നവരാണ്. ഇവിടെ റൂമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് റൂമൊക്കെ ഓക്കെ ആയിരുന്നു. ഇവരുടെ ഷൂട്ടിംഗ് ഫുഡ് തന്നെയായിരുന്നു നമുക്ക് പ്രൊവൈഡ് ചെയ്തത് കേട്ടോ. എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര ഹാപ്പി, ഞാനും പൊന്നൂസും ഹാപ്പി. കാരണം ഒരു 1.5 മാസമായി ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ചേട്ടനെ കണ്ടതുകൊണ്ടുള്ള ഹാപ്പിയാണ്. അപ്പോൾ വാഗമണ്ണിലെ 2-3 ദിവസത്തെ നമുക്കിവിടെ കാണും. അതിൻ്റെ വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.